തമിഴ്നാട് തേനി ജില്ലയിലെ പെരിയകുളത്തിനടുത്ത് പുളിയൻതോപ്പ് മേഖലയിൽ വന്യമൃഗങ്ങളെ വേട്ടയാടുവാൻ സ്ഥാപിച്ച 25 നാടൻ നിർമ്മിത സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടി. നാടൻ ബോംബ് സ്ഥാപിച്ച സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും മറ്റൊരാൾക്ക് വേണ്ടി അന്വേഷണവും ആരംഭിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. തമിഴ്നാട് തേനി ജില്ലയിലെ പെരിയകുളം വടകരൈ കാടുവെട്ടി പരിസരം പെരിയകുളം കൊട്ടാരം പരിസരത്ത് പശുവിന്റെ കൊഴുപ്പിനുള്ളിൽ നാടൻ സ്ഫോടക വസ്തുക്കൾ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനായി പുളിയൻതോപ്പിൽ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വന്യമൃഗങ്ങളെ വേട്ടയാടുവാൻ നാടൻ ബോംബ് സ്ഥാപിച്ച 2 പേർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ പോലീസ് പിടികൂടിയത്. ഒപ്പം പിടിയിലായ പെരിയകുളത്തിനടുത്ത് ഏവാടിപ്പെട്ടി പ്രദേശത്തെ ശിവകുമാറും ഒളിവിൽ പോയതും ഇതേ പ്രദേശത്തെ നിവാസിയുമായ ആനന്ദരാജാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുമുണ്ട്. തുടർന്ന് വന്യമൃഗങ്ങളെ വേട്ടയാടാൻ സൂക്ഷിച്ചിരുന്ന 29 നാടൻ നിർമ്മിത സ്ഫോടക വസ്തുക്കൾ പിടിയിലായ ആളിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. തുടർന്ന് പെരിയകുളം വടകര പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ബോംബ് ഡിറ്റക്ഷൻ പോലീസും ചേർന്ന് പിടിച്ചെടുത്ത നാടൻ ബോംബുകൾ സുരക്ഷിതമായി കണ്ടെടുത്ത് പരിശോധനയിൽ ഏർപ്പെട്ടിരിക്കുകയുമാണ്. ഒപ്പം വന്യമൃഗങ്ങളെ വേട്ടയാടുവാൻ ഉപയോഗിക്കുന്ന നാടൻ ബോംബുകൾ ലഭിച്ച സ്ഥലത്തു നിന്നും നാടൻ ബോംബുകൾ പിടികൂടിയ സംഭവത്തിൽ കേസെടുത്ത പെരിയകുളം വടകര പോലീസ് മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നും രാജ്യത്തെ ബോംബ് റാക്കറ്റുകളുമായി മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നറിയുവാൻ ഇവർ നിരന്തര അന്വേഷണവും നടത്തി വരുന്നുമുണ്ട്. പിടിച്ചെടുത്ത 29 നാടൻ ബോംബുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിപ്പോർട്ട് നൽകി. ഇവ നിർവീര്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുമുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.